അപ്പോൾ വിജയ് മല്യ 1999 പൊതിഞ്ഞ 30 കിലോ സ്വർണത്തിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ, സ്വർണപ്പാളികൾ, ആ സ്വർണപ്പാളികൾ എങ്ങനെ ചെമ്പായി? 40 ദിവസം ഈ സ്വർണപ്പാളികൾ അടർത്തിയെടുത്തതിന് ശേഷം ചെന്നൈയിലെത്തുന്നത് വരെയുള്ള 40 ദിവസക്കാലം എന്ത് ചെയ്തു? ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡ് നിയമവിരുദ്ധമായിട്ടാണ് ഏൽപ്പിച്ചതെങ്കിൽ പോലും നിയമവിരുദ്ധമായിട്ട് ഏൽപ്പിച്ച ആൾ വീണ്ടും അവിടെ വിശ്വാസവഞ്ചന കാണിച്ചു. അതിനെതിരായിട്ട് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഒരു പരാതിയും എവിടെയും നൽകിയിട്ടില്ലല്ലോ? ഇത് പുറത്തു കൊണ്ടുപോകുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് പറയുന്നത്, പ്രസിഡന്റ് കഴിഞ്ഞ തവണ സംഭവിച്ചതെല്ലാം അറിഞ്ഞോ അറിയാതെയോ വീണ്ടും വിവർത്തനം ആവർത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ദേവസ്വം കമ്മീഷണറെ അറിയിക്കാത്തതിൻ്റെ പേരിൽ ഇപ്പം ഇന്നലെ ഏതൊരു മാധ്യമത്തിൽ ഞാൻ കണ്ടു, കഴിഞ്ഞ തവണ സംഭവിച്ചു, ഞങ്ങൾ ഇത്തവണ അത് ചെയ്തിട്ടില്ല, നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് എന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. എങ്ങനെ നടപടിക്രമങ്ങൾ പാലിച്ചു എന്ന് പറയുക? ദേവസ്വം മാനുവൽ അനുസരിച്ചിട്ട് ഈ പണികളെല്ലാം നടക്കേണ്ടത് ക്ഷേത്ര പരിസരത്ത് വെച്ചാണ്. അപ്പോൾ ആ മാനുവൽ ലംഘിച്ചു എന്ന് മാത്രമല്ല, ദേവസ്വം കമ്മീഷണറെ പോലും അറിയിക്കാതെ ഈ പണി ചെന്നൈയിലെ ഒരു ഏജൻസി ഏൽപ്പിച്ചതിനെ സംബന്ധിച്ചിട്ട് പരാതികൾ ഉയർന്നു വന്നപ്പോൾ അവസാനം ദേവസ്വം ബോർഡ് കോടതിയിൽ മാപ്പ് പറഞ്ഞു. ഇപ്പം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടപടിക്രമം പാലിച്ചു എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞ് ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ശ്രമം, ആ ശ്രമം ശരിയാവില്ല, ആ ശ്രമം വിലപ്പോവില്ല. ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ നാട് നീളെ ഇത് കൊണ്ടു നടന്ന് കാശുണ്ടാക്കാൻ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തിറങ്ങിയപ്പോൾ ആരൊക്കെയാണ് അയാൾക്ക് ഒത്താശ ചെയ്തത്? എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് അക്കാര്യത്തിൽ നടപടിയെടുത്തില്ല? എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2019 മാർച്ച് മാസത്തിൽ ശ്രീകോവിലിൽ സ്വർണം പൊതിയാൻ, അത് മാറ്റിപ്പണിയാൻ വേണ്ടിയിട്ടുള്ള ചുമതല, ആ ചുമതല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചത്? മാത്രമല്ല, ചെന്നൈയിലും ബാംഗ്ലൂരിലും ഒക്കെ കൊണ്ടു നടന്ന് ചില സിനിമാ താരങ്ങളുടെ ഉൾപ്പെടെയുള്ള വീടുകളിൽ പൂജ നടത്താനും ഇതിനൊക്കെയുള്ള അനുവാദം ആര് ഇയാൾക്ക് നൽകി? അങ്ങനെ ചെയ്തു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ദേവസ്വം ബോർഡ് എന്ത് നടപടിയെടുത്തു?